മാർസിസമാണ് നമ്മുടെ തൊഴിലാളി വർഗ പാർട്ടികളുടെ അടിത്തറ. മാർസിസത്തോട് അംബേദ്കർക്കുണ്ടായിരുന്ന യോജിപ്പും വിയോജിപ്പും എന്താണ്? ഒരു സ്വപ്നം എന്ന നിലയിൽ ഞാൻ അംബേദ്കറുടെ തന്നെ ആത്മകഥയിൽ ഒരു വാക്ക് ഇങ്ങനെ ഒരു വരി ഇങ്ങനെ വായിച്ചാൽ അത് മനസ്സിലാവും. അദ്ദേഹം പറയുന്നുണ്ട്, മാർസിസം ഒരു ആദർശം എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കും, എന്നാൽ ഇന്ത്യയിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മാർസ് അല്ല, ബുദ്ധനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ്. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, ജാതിരഹിതവും മതാതീതവുമായൊരു മനുഷ്യ സമുദായം, അധ്വാനിക്കുന്ന ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള രണ്ട് വർഗ്ഗങ്ങളെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ആദർശം എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കും. പക്ഷേ അതിലേക്കുള്ള മാർഗം കമ്മ്യൂണിസമല്ല. ഇന്ത്യൻ മണ്ണിൽ തൊഴിലാളിയുടെ രക്ഷയ്ക്കുള്ള മാർഗം ബുദ്ധിസമാണ്. ഇന്ത്യൻ മണ്ണിലെ ബുദ്ധനാണ്, മാർസ് അല്ല. തൊഴിലാളിയുടെ അതുകൊണ്ടാണ് ലക്ഷ്യം ബുദ്ധനായിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വപ്നം എന്ന നിലയിൽ, ലക്ഷ്യം എന്ന നിലയിൽ മാർസിസത്തോട് യോജിക്കുമ്പോഴും മാർഗം മാർസിൻ്റേതല്ല, അത് അക്രമത്തിൻ്റെ മാർഗമാണ്. ബുദ്ധൻ്റെ മാർഗമാണ് ഇന്ത്യയുടെ മാർഗം. അത് സമാധാനത്തിൻ്റെ മാർഗമാണ്, സഹനത്തിൻ്റെ മാർഗമാണ്, അത് അഹിംസയുടെ മാർഗമാണ്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുമായി തീർച്ചയായിട്ടും അംബേദ്കർക്കുണ്ടായിരുന്ന ആദ്യത്തെ വിയോജിപ്പ്. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാരണം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ മാർസിസത്തെ നിരാകരിക്കുന്നത്? മാർസിസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? സ്വകാര്യ സ്വത്തില്ലാത്തൊരു ലോകമുണ്ടാക്കുക. വ്യക്തികൾക്ക് സ്വത്തില്ല, സ്വത്തുകൾ മുഴുവൻ രാഷ്ട്രത്തിൻ്റേത്, ഭരണകൂടത്തിൻ്റേത്. അങ്ങനെ സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത ഒരു ലോകം മതി എന്നാണ് മാർസിസത്തിൻ്റെ വാദമെങ്കിൽ, അങ്ങനെ ഒരു സ്വപ്നം ലോകത്തിന് സമ്മാനിച്ചത് മാർസ് അല്ല. മാർസിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് സാക്ഷാൽ ബുദ്ധനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊരു വാക്യം ഇതാണ്: മാർസിന് മുമ്പേ സ്വകാര്യ സ്വത്ത് നിഷേധിച്ച ഒരാൾ ചരിത്രത്തിലുണ്ട്, അത് ഗൗതമ ബുദ്ധനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വകാര്യ സ്വത്ത് വേണ്ട എന്ന് ആദ്യം മനുഷ്യനെ പഠിപ്പിച്ച ഗുരു ബുദ്ധനായിരുന്നു, മാർസ് അല്ല. അതുകൊണ്ടാണ് ഞാൻ മാർസിനെ നിഷേധിക്കുന്നത്, അല്ലാതെ മാർസ് പറഞ്ഞ ആശയത്തോട് വിയോജിപ്പുണ്ടായിട്ടല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.